ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ടും കുറച്ച് നാളായി, കാരണം നമ്മളിത് വള്ളംകളിയുടെ വീഡിയോ ആണ് ഗൈസ്. നമ്മൾ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ദിവസമുള്ള വീഡിയോ ആണ്. കുറച്ചധികം ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് എഡിറ്റ് ചെയ്യാനുള്ള ഒരു തിരക്കുകൊണ്ടായിരുന്നു. ആഡ് ഷൂട്ടൊക്കെ ഉള്ള കാരണം കുറച്ച് ബിസിയായി പോയി. എടുത്തു വെച്ച സ്ഥിതിക്ക് ഗാലറിയിൽ കിടന്നിട്ട് ഡിലീറ്റ് ചെയ്യാനായിട്ടൊരു മനസ്സ് വരുന്നില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫുള്ളൊരു ലോങ് വീഡിയോ ആയിട്ടാണ് കാണിക്കുന്നത്. ഇത് വള്ളംകളിയുടെ തലേ ദിവസമാണ്. അപ്പോൾ തലേ ദിവസം തൊട്ട് തന്നെ നമ്മൾ കൂടുതലും വള്ളംകളിയുടെ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിൽ ഫുള്ള് തിരക്കാണ്. അപ്പോൾ തലേ ദിവസത്തേക്കുള്ള നമ്മൾ പാചകമാണ് ഇന്ന്. അപ്പോൾ ഹരിയേട്ടൻ അതിനുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉള്ളി, സവാള അങ്ങനത്തെ പരിപാടിയിലൊക്കെയാണ് നമ്മൾ കുറച്ചധികം. കാരണം ഇവർക്കൊരു ഉത്സവം പോലെ തന്നെയാണ്. കുട്ടനാട്ട് ആലപ്പുഴക്കാർക്ക് ഉത്സവം തന്നെയാണ് നെഹ്റു ട്രോഫി വള്ളംകളി. നെഹ്റു ട്രോഫി അല്ല, പക്ഷേ എന്ത് വള്ളംകളിയാണെങ്കിലും ഇവർക്കത് ഉത്സവമായിട്ട് തന്നെയായിട്ട് ഇവർ ആഘോഷിക്കുന്നത്. നോർമലായിട്ട് നമ്മൾ ഓണത്തിന് റിലേറ്റീവ്സൊക്കെ വരുന്ന പോലെ തന്നെ വള്ളംകളിക്ക് നമ്മുടെ ആൾക്കാരൊക്കെ വന്നിട്ട് വീട്ടിൽ പാട്ടും ബഹളവും ഫുഡൊക്കെ ഉണ്ടാക്കിയുള്ള അങ്ങനത്തെ ഒരു എൻജോയ്മെൻ്റ്, ഒരു വലിയൊരു ഉത്സവമായിട്ട് തന്നെയാണ് ഇവർ വീട്ടിലാണെങ്കിലൊക്കെ ഇവർ ആഘോഷിക്കുന്നത്. അങ്ങനെ 2 ദിവസമായിട്ട് ന്യൂസും അല്ലെങ്കിൽ ടി വിയിൽ ഈ ഒരു എന്ന് വെച്ചാൽ പഴയ വീഡിയോയും പഴയ റേസും കാര്യങ്ങളൊക്കെയാണ് റിപ്പീറ്റ് അടിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ കുടുവും ആമിയും തിരക്കിലാണ്. എന്തൊക്കെയോ ഒക്കെ താഴെ കിടക്കുന്നൊക്കെ കുടുവെടുത്ത് വായിൽ വെക്കുന്നത്. നമ്മൾ ഒരാൾ എപ്പോഴും ഇവരുടെ കൂടെ തന്നെ ഉണ്ടാവണം. കാരണം അത് എങ്കിലേ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരാൾ ഇവർ നോക്കിയെങ്കിൽ മാത്രമേ മറ്റൊരാൾക്ക് വേറെ എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ ഗൈസ്. അങ്ങനത്തെ ഒരു അവസ്ഥയാണിപ്പം. അപ്പോൾ ആമീനെ മിച്ചറും കൊടുത്തൊരു സൈഡിൽ ഇരുത്തിയിട്ടുണ്ട്. കുടുവിനെ അപ്പോൾ ഒരാൾ നോക്കിയാൽ മതിയല്ലോ. ആമി ഇപ്പോൾ കുറച്ച് വലുതായത് കാരണം എന്നാലും അലമ്പുണ്ട്, പക്ഷെ എന്നാലും ചേച്ചി എന്നുള്ള ഒരു ഇതുണ്ട് ആൾക്ക്. ഇപ്പോൾ കുടുവാണെങ്കിൽ എന്തെങ്കിലും സാധനം എടുത്ത് വായി വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾ സമ്മതിക്കത്തൊന്നുമില്ല. അങ്ങനത്തെ കുറച്ച് കെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കളിപ്പാട്ടൊന്നും കൊടുക്കത്തില്ല, അതൊക്കെ വേറെ കാര്യം. എന്നാലും ആൾ നല്ല രീതിക്ക് കുടുവിനെ കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടുക്കളയിൽ ഏറെക്കുറെ പരിപാടികളൊക്കെ അമ്മ കുറച്ചൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ബാക്കി പരിപാടിയിലേക്ക് ഞങ്ങൾ കിടക്കാൻ പോകണം ഗൈസ്. ബീഫും ചിക്കനും ഒക്കെ എന്തൊക്കെയോ റെഡിയാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് സമയമുള്ള റെസ്റ്റാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഞാൻ ഉള്ളി, സവാള സാധനങ്ങളൊക്കെ ഹരിയേട്ടന് പൊളിച്ചു കൊടുത്തു, കഴുകി കൊടുത്തു. അപ്പോൾ അത് ആൾ അവിടെ ഇരുന്നുകൊണ്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അച്ചാച്ചി, ഏട്ടനും ഏട്ടത്തി എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും ഓരോ കാര്യങ്ങളായിട്ട് തിരക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ആരെയും കാണിക്കാത്തത്. പതിയെ എല്ലാവരെയും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അത് ആൾ പതിയെ ഇരുന്നുകൊണ്ട് ഓരോ സാധനങ്ങളൊക്കെ നരിഞ്ഞൊക്കെ സെറ്റാക്കി. അങ്ങനത്തെ ഏട്ടത്തി ഇവിടെ സൈഡിൽ ഇരിപ്പുണ്ട്. 2 പിള്ളേരുണ്ടല്ലോ. അപ്പോൾ 2 പേരും ഇപ്പം നോക്കുന്ന ഡ്യൂട്ടി ഏട്ടത്തിക്കാണ്. അപ്പം ഞാൻ ബാക്കി കിച്ചണിലെ പരിപാടിയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആകെ അലമ്പായിട്ട് കിടക്കാണ്ട്. നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് നിങ്ങളൊന്നും വിചാരിക്കേണ്ട. നമ്മൾ കിച്ചണിൽ ഇങ്ങനെ എല്ലാ സാധനവും അത് മൊത്തം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതാ ചിക്കൻ അവിടെ പെരട്ടി കറി വെക്കാനായിട്ടുള്ള സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അമ്മ കക്കാർച്ചി ശരിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. കക്കാർച്ചി അടപ്പിലായിട്ട് വേഗണം വെന്ത് ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുക്കറിൽ നമ്മുടെ ബീഫ് സെറ്റായി നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി അത് നമുക്ക് ബാക്കി ഫ്രൈ പരിപാടിയിലൊക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഹരിയേട്ടൻ റെഡി ആയിക്കൊണ്ടിരുന്നത്. ബീഫ് ഹരിയേട്ടൻ്റെ വകയാണ് കേട്ടോ. ആളാണ് ഫ്രൈ ചെയ്യുന്നത്. ആളുടെ വകയാണ് ബീഫ് ഫ്രൈ. നമുക്ക് വള്ളംകളി സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ആളാട്ടോ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മ പിള്ളേരെ നോക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ ഹരിയേട്ടനും കൂടെ ഇപ്പോൾ കിച്ചൺ ഏറ്റെടുത്തിരിക്കുന്നത് ഗൈസ്. ഏറെക്കുറെ പരിപാടിയൊക്കെ അമ്മ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബീഫ് ഫ്രൈ കൂടെ നമുക്ക് ശരിയാക്കിയാൽ മതി. അതോടുകൂടി നമ്മുടെ വൈകുന്നേരത്തെ തലേ ദിവസം വൈകുന്നേരത്തെ കലാപരിപാടികൾ ഏറെക്കുറെയൊക്കെ അവസാനിക്കും. അപ്പോൾ ഷെഫ് അവിടെ നമ്മളവിടെ ബീഫ് ശരിയായിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്താ വെച്ചാൽ ഒന്നും നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഹരിയേട്ടൻ്റെ ബീഫ് ഇതൊക്കെ അടിപൊളിയാണ്. ആൾ വെക്കുന്ന സംഭവങ്ങളൊക്കെ നല്ല ടേസ്റ്റാണ് ഗൈസ്. ആൾ എന്ന് വെച്ചാൽ കണക്കും കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. എന്തോരം ഇട്ടു അങ്ങനെയൊന്നും ചോദിച്ചിട്ടായിട്ട് ആൾക്ക് അറിയത്തില്ല. പക്ഷെ ആളുടെ കൈ കണക്കാണ് എല്ലാം പാകത്തിനിടും. ഇപ്പം ഞാനാണെങ്കിലും അമ്മയാണെങ്കിലും എന്തെങ്കിലും ഫുഡൊക്കെ അടുക്കളയിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്യാൻ ഹരിയേട്ടനെ വിളിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരും. അത് കാരണം നമുക്കങ്ങനെ വിശ്വസിച്ചൊന്നും ഉണ്ടാക്കി കൊടുക്കാനും പറ്റത്തില്ല ഗൈസ്. കാരണം അപ്പം കുറ്റം പറയും. അതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ ഞാൻ ഹായ് കാണിക്കാൻ പറഞ്ഞാൽ ആളങ്ങനെ വീഡിയോയ്ക്ക് പോസ് ചെയ്യാറൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ആളിപ്പോൾ നല്ല മൂഡിലാണ്, ഹാപ്പി മൂഡിലാണ്. അപ്പോൾ അത് കാരണം ഞാൻ വീഡിയോ എടുത്തപ്പോൾ തന്നെ ആൾ ഹായ് ഒക്കെ കാണിച്ചു. അപ്പോൾ നമ്മൾ ബീഫ് ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അമ്മ രാവിലത്തേക്കുള്ള ബാക്കി പരിപാടിയിലായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പിറ്റേ ദിവസമായി കേട്ടോ ഗൈസ്. രാവിലെ ആയപ്പോൾ തന്നെ ഒരു 7:30-8 മണി ആയിട്ടില്ല. അപ്പോൾ തന്നെ രാവിലെ ന്യൂസ് ചാനലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. രാവിലെ തന്നെ നമ്മൾ ന്യൂസ് ചാനലാണ് ബാക്കി പരിപാടിയൊക്കെ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ. രാവിലെ അപ്പവും ചിക്കൻ കറി ആയിരുന്നു. അപ്പോൾ അപ്പവും ചിക്കൻ കറി ഞാൻ വാദിക്ക് വന്നിരുന്ന് കഴിക്കണം ഗൈസ്. വാദിക്കൽ അങ്ങനെ വന്നിട്ട് മിക്കപ്പോഴും കഴിക്കാറില്ല. പക്ഷേ ഇന്ന് ചെറിയൊരു ചാറ്റും മഴയും കോളൊക്കെ ഉള്ള കാരണം വാദിക്ക് വന്നിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല ഫ്രണ്ടിലത്തെ വ്യൂ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് ഞാൻ കരുതി ഗൈസ്. കാരണം നെല്ലൊക്കെ ഇതാക്കിയിട്ട് മൊത്തം പച്ചപ്പാണ്, നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. ചെറിയ വെയിലും അതുപോലെ തന്നെ മഴയുണ്ടാവും. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ വാദിക്ക് വന്നിരുന്ന് അപ്പവും ചിക്കൻ കറിയും തട്ടുകയാണ് ഗൈസ്.
അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ചധികം പണികളുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഒതുക്കാനും പിറക്കാനും അതിൽ കുറച്ച് തുണി തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ പണികളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കുടുവിനെ കുളിപ്പിച്ച് റെഡിയാക്കിയത് ആളെ ഉറങ്ങി എഴുന്നേറ്റിട്ടുള്ളൊരു സീനാട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഉറങ്ങി എഴുന്നേറ്റിട്ട് ആൾ ചെറിയൊരു കരച്ചിലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സീനാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ വാതിക്കൽ ഹോളിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് അപ്പോഴും അവിടെ വള്ളംകളിയുടെ വിശേഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളപ്പാട്ടും വഞ്ചിപ്പാട്ടും അങ്ങനത്തെ കുറേ സംഭവം. ഈ ഒരു പരിപാടി കുടു ആർപ്പോ ഇടാൻ പഠിച്ചു കേട്ടോ. അത് നമ്മളെപ്പോൾ പറഞ്ഞാലും ഇപ്പോൾ ആർപ്പോ ഇടും. അത് കാരണം വള്ളംകളി ആളും കുട്ടനാട്ട് കാര്യമായല്ലോ, അപ്പോൾ അവൾക്കും അതിൻ്റെ ഒരു ലഹരിയാണ് വള്ളംകളി. വെച്ചപ്പോൾ തൊട്ട് തന്നെ ആളെ ടി വിയുടെ ഫ്രണ്ടിൽ തന്നെയാണ്. അവിടെ ഇരുന്നിട്ട് ആൾ കൈകൊട്ടും ബഹളവും പരിപാടിയൊക്കെയാണ്. അച്ചാച്ചി അമ്മയും ഞങ്ങളെല്ലാവരും കുറച്ച് കഴിഞ്ഞ് കുഞ്ഞമ്മയും വന്നിട്ടുണ്ടായിരുന്നു. ആൾ പോയി കുറച്ച് കഴിയുമ്പോൾ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ടാണ് ആൾ പോയത്. അങ്ങനെ ഉച്ചക്കത്തെ കലാപരിപാടികൾ നമ്മുടെ അടുക്കളയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഫുള്ള് പാചകമാണ്. രണ്ട് ദിവസമായിട്ട് നമ്മൾ ഫുൾ പാചകമാണ് ഗൈസ്. അപ്പോൾ ഇത് 2ാം ട്രിപ്പ് ചിക്കനാണ് കേട്ടോ. അത് കഴിഞ്ഞ് ചിക്കൻ കറി വെക്കാൻ പോകുന്നു. പിന്നെ മോര് കാച്ചിയതുണ്ട്. പിന്നെ ബീൻസ് തോരൻ, അച്ചിങ്ങ തോരനുണ്ട്. പിന്നെ ഇന്നലത്തെ ബീഫിൻ്റെ കുറച്ച് രാത്രിത്തെ ബീഫിൻ്റെ കുറച്ച് ഫ്രൈ ചെയ്തതുണ്ട്. അതുപോലെ ഇന്നലത്തെ കക്കാർച്ചയുണ്ട്. അപ്പോൾ ഇത്രയും എല്ലാം കൂടി സെറ്റായിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു മുന്തിരി ജ്യൂസ് അടിച്ചു വിട്ടു. മുന്തിരി ജ്യൂസ് മുന്തിരി നേരത്തെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അടിച്ച് കുടിക്കും ഗൈസ്. അങ്ങനെ മുന്തിരി ജ്യൂസ് അടിച്ചിട്ട് ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് വള്ളംകളി ആയതുകൊണ്ട് സ്പെഷ്യലായിട്ട് കുറച്ചധികം കറികളുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അതുമായിട്ട് ഞാൻ വാതിക്കെ വന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരോ സാധനങ്ങളായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും ഗൈസ്. കൊതി വിടരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇതൊക്കെ കഴിച്ച് ദഹിച്ചെല്ലാം പോയി ഗൈസ്. കുറച്ച് നാളായല്ലോ ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ അത് കാരണം കൊതിച്ചിട്ടും കാര്യമൊന്നുമില്ല, അതൊക്കെ പോയി. അപ്പോൾ ഓരോരോ സാധനങ്ങളായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. മീനുണ്ട്, ചിക്കനുണ്ട്, കക്കാർച്ചയുണ്ട്, നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാം കൂട്ടിയിട്ട് ഒരു പിടിക്കണം ഗൈസ്. അടിപൊളി. എനിക്ക് മോര് കാച്ചിയതും അതുപോലെ തന്നെ കക്കാർച്ചയും തോരനൊക്കെ കൂട്ടി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡ് ഉച്ചയ്ക്കത്തെ ഫുഡ് നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ ഉണ്ടാക്കിയതല്ല, അമ്മ ഉണ്ടാക്കിയതാണ്. അതിൽ ചെറിയ ചെറിയ കറികൾ മാത്രം ഞാൻ ഒന്ന് എത്തി നോക്കി, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം അമ്മയാണ് സെറ്റാക്കിയത്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഇടവേളകൾ ആനന്ദകരമാക്കാന്നില്ലേ, അതുപോലെ തന്നെ 2 പേരും ഒരു പന്തും വെച്ചിരിപ്പുണ്ട്. 2 പേർക്കും ഒരു പന്ത് തന്നെ വേണം. മൂത്ത ആൾ കൊടുക്കത്തുമില്ല. പിന്നെ ഇളയ ആള് ചെറുതായിട്ട് അങ്ങനെ ചില പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ട്. നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പിള്ളേരല്ലേ, അവർക്ക് അറിവില്ലല്ലോ. അവരങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഇട്ട് ഇതാക്കും, അടിക്കും. എന്നാലും കൂടെ എല്ലാം ഇരുന്ന് കൊണ്ടോളും ഗൈസ്. നിങ്ങൾ കണ്ടില്ലേ, ആൾക്ക് അങ്ങനെ വലിയ ഇതൊന്നുമില്ല. ഇച്ചിരി കഴിയുമ്പോൾ ആൾ തിരിച്ചു കൊടുക്കും, അത് വേറെ കാര്യം. അതുവരെ എന്തായാലും ആമി സേഫാണ്. അവൾ എഴുന്നേറ്റ് അല്ലെങ്കിൽ അവൾ തല്ലാൻ തുടങ്ങുന്ന വരെ ആമി മോൾ എന്തായാലും സേഫാണ് ഗൈസ്. നമുക്ക് എന്തായാലും കണ്ടറിയാം വരും വഴികൾ എന്താ ഉണ്ടാവുകയെന്ന്. അങ്ങനെ വള്ളംകളി സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഹീറ്റ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയിട്ട് നമ്മൾ ചായയൊക്കെ തിളപ്പിച്ചിട്ട് നമ്മളിതാ ചായ സ്നാക്സൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് ഗൈസ്. വള്ളംകളിയുടെ ആ ഒരു ആവേശം അത്രയും സൗണ്ടിൽ പറയുക, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് ഇതിലുള്ള നിങ്ങൾ നിങ്ങൾ നേരിട്ട് കണ്ടറിയുക ഗൈസ്. കണ്ടില്ലേ ഗൈസ്, ഇതാണ് ഇവിടുത്തെ ആവേശം. ഓരോ വീടുകളിലും ഇതേപോലെയാണ്. എനിക്ക് കുറച്ച് സമയമാണെങ്കിലും എനിക്ക് എൻ്റെ നെഞ്ചിടിപ്പായിരുന്നു ഗൈസ്. എന്താവുമെന്ന് എനിക്ക് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴത് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ പുറമേ നോക്കുമ്പോഴത്തേനും വലിയതായിട്ട് തോന്നില്ല. പക്ഷേ അതാണ് കുട്ടനാട്ടുകാർക്ക്, അത് ആലപ്പുഴക്കാർക്ക് ഒരു ആവേശമാണ് വള്ളംകളി എന്ന് പറഞ്ഞാൽ. അപ്പോൾ വീട്ടിലിരുന്നിട്ട് നമുക്ക് അത്ര ഇതില്ലാത്ത കാരണം ഞാനും ഏട്ടത്തി ഞങ്ങളെല്ലാവരും കൂടി എന്നാൽ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങാണ്. അമ്മയൊന്നും വന്നിട്ടില്ല കേട്ടോ. അവർ വീട്ടിൽ തന്നെ ഇരുന്ന് ടി വിയിൽ തന്നെ കാണുന്നതാണ്. നമ്മളപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് പോവാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിതാ വള്ളത്തേൽ കയറി അങ്ങോട്ട് പോകും. നല്ല തിരക്കായിരിക്കും, അങ്ങോട്ടൊന്നും എടുക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് വള്ളംകളി സമയത്ത് പോയില്ല, ട്രെയിൽ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ റെഡിയായിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പോൾ ചിറ്റനും ശിവയും അച്ഛനും ഞങ്ങളെല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ സുരാൻ്റെ വീട്ടിൽ വന്നിട്ട് അവരും ഉണ്ട്, നമ്മളൊപ്പം പോവാ. ചിഞ്ചേച്ചിയൊക്കെ എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത്. എല്ലാവരും ആഘോഷത്തിലാണ്. സച്ചിനും അമ്പാടിയും നന്ദും അവരെല്ലാവരും കൂടി അവരുടേതായ ആഘോഷത്തിലായിട്ട്. അവർ വേറെ വെള്ളത്തിലാണ് വരുന്നത്. അപ്പം ഞങ്ങൾ പോകുന്നവർക്ക് അറിയില്ലായിരുന്നു. പകുതിക്ക് വെച്ചത് ചിറ്റ കുപ്പിയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട്. നമ്മളടിക്കില്ല കേട്ടോ, അവർ വള്ളത്തിലേക്ക് വേണ്ടി വാങ്ങിയതായിരുന്നു. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോകണം. നല്ല തിരക്കാണ്. ഈ വള്ളംകളി ദിവസം നമുക്ക് ആലപ്പുഴ ടൗണിലായിട്ടേ അടുക്കാൻ പറ്റത്തില്ല. പ്രൈവറ്റ് ഗവൺമെൻറ് ബോട്ടുകൾ കുറവായിരിക്കും.
കാരണം ഭയങ്കര തിരക്കായിരിക്കും. നമുക്ക് ആലപ്പുഴ അങ്ങോട്ടൊന്നും പോകാനായിട്ടൊന്നും പറ്റില്ല. ഗസ്റ്റുകളായാലും ഒക്കെ വന്നിട്ട് ഭയങ്കര തിരക്കാണ്. അങ്ങനെ നമ്മൾ നേരെ സുവർണ്ണാമ്മയുടെയൊക്കെ അങ്ങോട്ടായിട്ട് അടുക്കുന്നത്. അവിടെ ചെന്നിട്ട് അവർ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ല അവരെല്ലാവരും ഉണ്ട്. അപ്പോൾ അവരെയും കൂടിയൊക്കെ കയറ്റിച്ച് വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. എന്താകും എന്നൊന്നും അറിയാൻ പാടില്ല. കഴിഞ്ഞ 5 വർഷമായിട്ട് തുടർച്ചയായിട്ട് PBC ആണ് കപ്പടിച്ചുകൊണ്ടിരിക്കുന്നത്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. ഇപ്രാവശ്യം എങ്ങനെ ആകും എന്നൊന്നും അറിയില്ല. ഇവർ ഫാമിലി ആയിട്ടും അല്ലാത്ത ബാക്കി എല്ലാവരും PBC ഫാനാണ് കേട്ടോ. അപ്പോൾ എന്താകും എന്നൊന്നും നമുക്കറിയാൻ പാടില്ല. ഇപ്രാവശ്യം ഭയങ്കര ടൈറ്റാണ്, നല്ല കോമ്പറ്റീഷനാണ് ഇപ്രാവശ്യം. എങ്ങനെ ആവും എന്ന് നമുക്കറിയാൻ പാടില്ല. കഴിഞ്ഞ വള്ളംകളിയിൽ എന്തോ പോയിന്റ് വ്യത്യാസത്തിലാണ് കപ്പ് ഇവർക്ക് കിട്ടിയത്. അപ്പോൾ ഇപ്രാവശ്യം ഭയങ്കര വാശിയിലാണ്. എല്ലാ ടീമുകളും വാശിയിലാണ്. എല്ലാവരും ജയിക്കണമെന്ന് ഞാൻ പറയില്ല, ഇന്നൊരാൾ മാത്രം ജയിക്കണമെന്ന് പറയില്ല. ഞാൻ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യും. ഞാൻ വന്ന ഒരാളാണ്. ഇവരെല്ലാവരും PBCക്കാരാട്ടോ. UBCക്കാരും ഉണ്ട്, PBC എല്ലാവരും പല ഇതിലെന്ന് വെച്ചാൽ വാശിയാണല്ലോ. പക്ഷെ എനിക്കങ്ങനെയില്ല, എല്ലാവരും ജയിക്കട്ടെ അങ്ങനെ പറയത്തുള്ളൂ ഗൈസ്. രാവിലെ തൊട്ടുള്ള മഴക്കാറും മഴയും ഒക്കെ തന്നെയാണ്. ഇപ്പോഴും ആ ഒരു മൂടൽ തന്നെയാണ് കേട്ടോ. എങ്ങനെ ആകുമെന്നൊന്നും അറിയാൻ പാടില്ല. ഇനി ഫൈനൽ വരുന്ന സമയത്ത് മഴയാകും എന്താണ്, എല്ലാം ഈശ്വരൻ്റെ കയ്യിലാണ്, ഒന്നും അറിയില്ല ഗൈസ്. മൊത്തം തിരക്കാണ്, ആട്ടും പാട്ടും ബഹളമൊക്കെ ആയിട്ട് ഫുൾ എൻജോയ്മെൻ്റ് ആണ് ഗൈസ്. നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. കാരണം അത്രയ്ക്ക് ആവേശത്തിലാണ് എല്ലാവരും. എന്താകും എന്നൊന്നും അറിയത്തില്ല. എല്ലാവരും കൂടി പോകുന്നതൊക്കെ വളരെ ഹാപ്പിയാണ്. നമുക്കത് അനുഭവിച്ചറിയുമ്പോഴേ ആ ഒരു സന്തോഷം മനസ്സിലാവുള്ളൂ. ഹരിയാണ എന്തായാലും ഇല്ല, ആൾ മിക്കപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവാറില്ലേ. ആൾക്ക് ഓട്ടം ഉണ്ട്, പുണ്യച്ചേട്ടന് ഓട്ടം ഉണ്ടായിരുന്നു, ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ. ഉച്ച കഴിഞ്ഞിട്ട് ആൾ ഓട്ടം പിടിച്ചില്ല. നമുക്ക് ഫാമിലി ആയിട്ട് എല്ലാവരുമായിട്ടൊക്കെ പോയി കാണിക്കാം എന്ന് പറഞ്ഞാൽ ആൾ പിടിച്ചില്ല. ഹരിയേട്ടന് ഓട്ടം ഉണ്ട്, വള്ളംകളി ഓട്ടം ഉള്ള കാരണം ഹരിയേട്ടൻ പോയി. അപ്പം നമ്മുടെ ശിക്കാരവള്ളത്തിൽ അങ്ങോട്ട് പോവാണ്. നല്ല തിരക്കാണ് കേട്ടോ. നമുക്ക് ഈ ബോട്ട് എവിടെയെങ്കിലും കൂടെ അടുപ്പിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമോ ഒന്നും അറിയാൻ മേല. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്നും പറഞ്ഞാണ് പോകുന്നത്. നമുക്ക് അവിടെ ചെന്നിട്ട് വള്ളംകളി കാണാൻ പറ്റുമോ, വള്ളം പോലും കാണാൻ പറ്റും തോന്നുന്നില്ല. കാരണം ഇപ്പോഴേ നോക്കിയിട്ട് നല്ല തിരക്കാണ്, നല്ല മഴക്കാറും ഉണ്ട്. പിന്നെ നമ്മൾ ശിക്കാരിലായത് കാരണം കുഴപ്പമില്ല, മഴ ഏതായാലും അധികം നനയത്തില്ല. അപ്പോൾ നമുക്ക് ബോട്ടിടാനുള്ള സ്ഥലം ആദ്യം നോക്കണം. പിള്ളേരൊക്കെ എന്തായാലും നല്ല ആവേശത്തിലാണ്. കുടുവിന് സംഭവം എന്താണെന്ന് അറിയാൻ പാടില്ല, പക്ഷേ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആൾ ഭയങ്കര ഹാപ്പിയാണ് ചെയ്തത്. പിന്നെ സിനിമയ്ക്കടെ പിള്ളേരുണ്ട്, നമ്മളെല്ലാവരും കൂടി ആയിട്ട് പോകുന്നത്. എല്ലാവർക്കും ഭയങ്കര ആവേശമാണ്. വള്ളംകളി എന്ന് പറഞ്ഞാൽ ലഹരിയാണല്ലോ. കുട്ടനാട്ടുകാർക്ക് അവർ ആലപ്പുഴക്കാരുടെ ലഹരിയാണ് വള്ളംകളി എന്ന് പറഞ്ഞാൽ. ഈ വള്ളംകളിയുടെ ഫൈനൽ കാണാൻ പറ്റുന്ന ഒരു പ്രതീക്ഷയില്ല കേട്ടോ. കാരണം നല്ല തിരക്കാണ്. നമ്മളൊരു സൈഡിലോട്ട് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഫിനിഷിംഗ് പോയിന്റിൽ പോയി അവിടെ നമുക്ക് അടുക്കാനേ പറ്റിയില്ല. അവിടെ നിന്ന് പിന്നെ നമ്മൾ കറങ്ങിയിട്ട് ലാസ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റ് അങ്ങോട്ടാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. അവിടെയെങ്കിലും കുറച്ച് സ്ഥലം, ഒരു ഇച്ചിരി കാലുകുത്ത സ്ഥലം കിട്ടിയെങ്കിൽ ഞങ്ങൾ അവിടെ എവിടെയെങ്കിലും കുത്തിക്കയറ്റാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ കൊച്ചു വെള്ളങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ വെള്ളം കയറിയിട്ടത് മുങ്ങാറായി ഗൈസ്. അത് കോരിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റോട് വന്നിട്ട് കറക്റ്റ് ടൈമിംഗ് ആണ്. ഫൈനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താവും അറിയാൻ പാടില്ല. ആകെപ്പാടെ നെഞ്ചിടിപ്പും മറ്റേ പരവേശമൊക്കെ എടുക്കുന്ന കാഴ്ച. എന്താവും ഈശ്വര, നമുക്കൊന്നും അറിയാൻ പാടില്ല. നമ്മൾ മൊബൈലിലാണ് ലൈവ് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കാണാനൊക്കത്തുള്ളൂ. അപ്പോൾ എന്താവുമെന്ന് അറിയില്ല. എല്ലാവരും ഒപ്പത്തിനൊപ്പമാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താവുമെന്ന് അറിയാൻ പാടില്ല. നല്ല ഫൈനലായിരുന്നു ഗൈസ്. എന്തായാലും വള്ളംകളി കഴിഞ്ഞു. പറഞ്ഞ പോലെ തന്നെ PBCക്ക് കപ്പ് കിട്ടിയില്ല ഗൈസ്. ജസ്റ്റ് പോയിന്റ് വ്യത്യാസത്തിൽ BBC ആണ് കപ്പടിച്ചത്. വില്ലേജ് ബോട്ട് ക്ലബ്ബ് വിയപുരമായിരുന്നു കേട്ടോ വള്ളം. അപ്പോൾ വിജയം തോൽവിയൊക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും വിജയിച്ച BBCക്കാർക്ക് അഭിനന്ദനങ്ങൾ ഗൈസ്. അങ്ങനെ ഞങ്ങൾ നേരെ പിന്നെ അധികം നേരം അവിടെ നിന്നില്ല കേട്ടോ. നമ്മൾ പോയൊരാവേശമൊന്നും ഇല്ല, മരണ വീട്ടിൽ പോയ അവസ്ഥയായി ഗൈസ് ലാസ്റ്റ്. എന്നാലും ജയം തോൽവിയൊക്കെ എല്ലാം നമ്മൾ നേരിട്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് PBCക്ക് കിട്ടിക്കൊള്ളുന്നത് എല്ലാവർക്കും ഭയങ്കര ഒരു വിഷമമായിപ്പോയി. 6 വർഷമായിരുന്നെങ്കിൽ എന്തോ സംഭവിക്കും, എനിക്ക് അറിയില്ല ഗൈസ് എന്തൊരു പറഞ്ഞ്. അങ്ങനെ പോകുന്ന വഴിക്ക് വെള്ളമൊക്കെ മുങ്ങുന്നതൊക്കെ കണ്ടു. കുറേ വെള്ളങ്ങൾ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓളപ്പരപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് മുങ്ങുന്നതൊക്കെ കണ്ടു. ഞങ്ങൾ നേരത്തെ പോവാണ്, കാരണം ഇനി വള്ളങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരക്കാവും. അപ്പോൾ അതാണ് ഞങ്ങൾ നേരത്തെ പോവാണ് കേട്ടോ. അവരൊക്കെ എല്ലാവരും പോവാണ് ഗൈസ്. അപ്പോൾ 2025 നെഹ്റു ട്രോഫി വള്ളംകളി വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കുറച്ച് ലേറ്റായി പോയി, എന്നാലും നിങ്ങൾ എന്നോട് ക്ഷമിക്കുക ഗൈസ്. ജയവും തോൽവിയൊക്കെ സർവ്വസാധാരണമാണ്. വാശി വൈരാഗ്യമൊന്നും വേണ്ട. അടുത്ത പ്രാവശ്യം വാശിയോട് കൂടിയിട്ട് ഇതിൽ നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.